നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 ദിവസം മുൻപ് ഫേസ്ബുക്കിൽ രാഹുൽ പാങ്കൂട്ടം കുറിച്ചു. കപ്പൽ ആടി ഉലയുക മാത്രമല്ല, സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലുമില്ലാതെ നടുക്കടലിലേക്ക് എടുത്തു ചാടുക കൂടിയാണല്ലോ സർ. ആ പോസ്റ്റിന് കിട്ടിയത് 43,000 ലൈക്ക്, 7,900 കമൻറ്റുകൾ. കമൻറ്റുകളുടെ അഭിഷേകമാണ്. എങ്കിലും രാഹുലിന് അനുകൂല കമൻറ്റുകളാണ് അധികവും. അതിലൊരു ബിരുദനിട്ട കമൻറ്റ് ഇങ്ങനെ: ആടി ഉലയുമ്പോൾ ഒരു കോണ്ടം വാങ്ങി ഇട്ടിരുന്നാൽ നിനക്ക് കാട്ടിൽ ഒളിച്ചിരിക്കേണ്ടി വരില്ലായിരുന്നു. 3ാം പരാതിയിൽ അറസ്റ്റിലായ രാഹുലിന് നേർക്ക് വലിയ പ്രതിഷേധമാണ് പല സ്ഥലങ്ങളിലും ഉയരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 മാസം മാത്രം. ഒരാഴ്ച മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഇമെയിൽ പരാതി ലഭിക്കുന്നു. തുടർന്ന് പിണറായി വിജയൻ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് രഹസ്യമായി കൈമാറുന്നു. പ്രത്യേക അന്വേഷണ സംഘം അതിവിദഗ്ധമായി രാഹുലിനെ കൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. പരാതിക്കാരിയുമായി വീഡിയോ കോൺഫറൻസിംഗ്, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. എങ്ങനെ രാഹുലിനെ കൊടുക്കാം എന്നതിനെക്കുറിച്ച് നിരന്തര ചർച്ചകൾ. ഒടുവിൽ അതീവ രഹസ്യമായി ഇന്നലെ രാത്രി പോലീസ് പാലക്കാട് രാഹുലിൻ്റെ ഹോട്ടൽ വളഞ്ഞു. വനിതാ പോലീസ് അടക്കം 8 അംഗ സംഘമാണ് ഹോട്ടലിലേക്ക് ഇരച്ചെത്തിയത്. റിസപ്ഷനിലുള്ളവരുടെ മൊബൈൽ ഫോണുകൾ ആദ്യം സീസ് ചെയ്തു. പിന്നീട് രാഹുൽ താമസിച്ചിരുന്ന 2002 നമ്പർ മുറിയിലേക്ക്. പാലക്കാട് നിന്ന് അതിവിദഗ്ധമായി നേരെ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക്. പത്തനംതിട്ടക്കാരിയാണ് പരാതിക്കാരി. പരാതിയുടെ ഒറിജിൻ പത്തനംതിട്ടയിൽ എന്ന നിലയിൽ പത്തനംതിട്ടയിലിട്ട് രാഹുലിനെ കുരുക്കാനുള്ള നീക്കങ്ങൾ. വെളുപ്പിന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന പൂങ്കുഴലി IPS എയർ ക്യാമ്പിലെത്തി. പിന്നീട് നടന്നത് ശാസ്ത്രീയമായ ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടത്തിൽ ആത്മവിശ്വാസത്തോടെ രാഹുൽ നിൽക്കുന്നു. അന്വേഷണ സംഘത്തെ പോലും അത് അത്ഭുതപ്പെടുത്തി. കൃത്യമായ പരാതി തങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ രാഹുൽ പാങ്കൂട്ടം അതിക്രൂരമായി തന്നെ കടന്നുപിടിച്ച് ലൈംഗികമായി ആക്രമിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. തന്നെ കണ്ട മാത്രയിൽ അയാൾ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. ദേഹമാകെ മുറിവ് വരുത്തി, മുഖത്തടിച്ചു, മുഖത്ത് തുപ്പി. അതിനുശേഷമാണ് ലൈംഗിക വീഴ്ച. ഓവുലേഷൻ സമയമാണ്, ഇപ്പോൾ ബന്ധപ്പെട്ടാൽ ഗർഭിണിയാകുമെന്ന് അയാളോട് പറഞ്ഞു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ അയാൾ തയ്യാറായിരുന്നില്ല. ക്രൂരനായ ഒരു ലൈംഗിക വേട്ടക്കാരൻ്റെ ചിത്രമാണ് പരാതിക്കാരിയുടെ ആരോപണങ്ങളിലുള്ളത്. പൂങ്കുഴലി തന്നെ നേരിട്ട് രാഹുലിനോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രാഹുൽ മറുപടിയായി രാഹുൽ അധികമൊന്നും സംസാരിക്കുന്നില്ല. താൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ് രാഹുൽ കട്ടയ്ക്ക് നിൽക്കുന്നു. യുവതിയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും താൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്നും രാഹുൽ വീണ്ടും ആവർത്തിക്കുന്നു. 1ാം പരാതി ഉയർന്നപ്പോൾ കോടതിക്ക് മുൻപിൽ രാഹുൽ ഉയർത്തിയ അതേ വാദം പിന്നീട് 2ാം പരാതി ഉയർന്നു വന്നപ്പോൾ ജാമ്യാപേക്ഷയിൽ രാഹുൽ എടുത്തു പറഞ്ഞ അതേ വാദം തന്നെ പൂങ്കുഴലിയുടെ മുന്നിൽ രാഹുൽ ആവർത്തിക്കുന്നു. ബലാത്സംഗം ഉൾപ്പെടെ തനിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായി രാഹുൽ നിഷേധിച്ചു. രാഹുലിനെ പൂട്ടാൻ തന്ത്രങ്ങളുടെ ഒരു വലിയ നിര പൂങ്കുഴലിയും സംഘവും ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു. നിരവധി ശാസ്ത്രീയ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ. ബാങ്ക് വഴി രാഹുലിനും രാഹുലിൻ്റെ സുഹൃത്തിനും യുവതി അയച്ച പണത്തിൻ്റെ കണക്കടക്കം പൂങ്കുഴലി എടുത്തിട്ട് അലക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പിന്നീട് വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോ സന്ദേശങ്ങളും ലൊക്കേഷൻ വിവരങ്ങളുമൊക്കെ രാഹുലിന്റെ മുന്നിലേക്ക് നിരത്തിയത് അപ്രതീക്ഷിതമായി. ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് തെളിയിക്കുന്ന വാട്സാപ്പ് ചാറ്റുകളും രാഹുലിനെ കാട്ടി. എന്നാൽ തലകുനിച്ച് മിണ്ടാതെ നിന്ന രാഹുൽ വീണ്ടും പൂങ്കുഴലിയോടും അന്വേഷണ സംഘത്തോടും പറഞ്ഞു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെ രാഹുലിന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കൃത്യമായി കണ്ടെത്തി അത് മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തി നൽകാനാണ് പോലീസ് ഇട്ടിരിക്കുന്ന പദ്ധതി. ഏതുവിധേനയും രാഹുലിന്റെ റിമാൻഡ് ഉറപ്പിക്കുക. എന്നാൽ താൻ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന മറുപടി രാഹുൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. ഒപ്പം അയാളുടെ മുഖത്തെ ഒരു ചെറുചിരി. രാഹുലിന്റെ ബ്രില്യന്റ് നീക്കമാണ് പൂങ്കുഴലിയുടെ മുന്നിൽ നടന്നത്. എന്നാൽ പൂങ്കുഴലി രാഹുലിനെ വീഴ്ത്തി എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം രാഹുലിന്റെ മൊബൈൽ ഫോൺ സീസ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് തന്നെ. രാഹുലിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്ന് അന്വേഷണ സംഘം പറഞ്ഞു. കേരള കേഡറിലെ ഏറ്റവും ശ്രദ്ധേയായ വനിതാ IPS ഉദ്യോഗസ്ഥരിൽ പ്രമുഖയാണ് പൂങ്കുഴലി IPS. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമ മേഖലയിലെ അതിജീവിതകൾക്ക് സംരക്ഷണം നൽകുന്നതിനും പരാതികൾ ഏകോപിപ്പിക്കുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥ. ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്നതും ഇതേ പൂങ്കുഴലി. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിലും ശാസ്ത്രീയമായി ചോദ്യം ചെയ്യുന്നതിലും
വലിയ പേരുകേട്ട പോലീസ് ഉദ്യോഗസ്ഥയാണ് പൂങ്കുഴലി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷൻ കോബ്രയുടെ ഫീൽഡ് തലത്തിലുള്ള ഏകോപനം പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു. പൂങ്കുഴലി നേരിട്ടാണ് ഓപ്പറേഷൻ രാഹുലിന് മേൽനോട്ടം വഹിച്ചത്. രാഹുലിനെതിരെ ഇനിയും പരാതികൾ ഉയർന്നു വരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. പത്തനംതിട്ട AR ക്യാമ്പിലെ ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് രാഹുൽ പാങ്കൂട്ടത്തിലിനെ പോലീസ് സംഘം കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. വലിയ പോലീസ് സംഘം, തൊട്ടുമുന്നിൽ പ്രതിഷേധക്കാർ, അവർക്ക് മുന്നിലും പുഞ്ചിരി തൂകിയാണ് രാഹുൽ കടന്നുപോയത്. ആശുപത്രിയിലേക്ക് കയറ്റുന്നതിനിടയിൽ രാഹുലിനെതിരെ കയ്യേറ്റ ശ്രമവും നടന്നു. പത്തനംതിട്ട AR ക്യാമ്പിൽ വെച്ചാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. മറുവശത്ത് രാഹുലിനെതിരെ കടുത്ത നടപടികൾക്ക് ഇപ്പോൾ സ്പീക്കർ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അയോഗ്യനാക്കാനുള്ള നിയമോപദേശം ഉടൻ തേടുമെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരുന്നത് തെറ്റായ സന്ദേശം പകരാൻ ഇടവരുമെന്നാണ് സ്പീക്കർ പറയുന്നത്. പ്രിവിലേജ് കമ്മിറ്റിക്ക് ഈ വിഷയം അയക്കും. അയോഗ്യനാക്കണോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടും. തുടർച്ചയായ പരാതികൾ രാഹുലിനെതിരെ വരുന്നത് ഗൗരവതരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ യുവതി നൽകിയിരിക്കുന്ന മൂന്നാമത്തെ പരാതിയിൽ സാമ്പത്തികമായി യുവതിയെ ചൂഷണം ചെയ്തു എന്ന് യുവതി പറയുന്നുണ്ട്. ബലാത്സംഗത്തിന് പുറമെ പല തവണകളായി പണം വാങ്ങിയെന്നും വില കൂടിയ വസ്ത്രങ്ങളും വാച്ചും ചെരുപ്പും അടക്കമുള്ളവ വാങ്ങിപ്പിച്ചു എന്നും യുവതിയുടെ പരാതിയിലുണ്ട്. പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങിത്തരണമെന്ന് യുവതിയോട് രാഹുൽ ആവശ്യപ്പെട്ടുവത്രേ. ഇത്രയധികം പണം എന്തിനാണ് രാഹുലിന് യുവതി കൈമാറിയത്? വിവാഹിതയായ പരാതിക്കാരി വിവാഹ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നതിനിടയിലാണ് രാഹുലുമായി ചങ്ങാത്തത്തിലായത് എന്ന് പരാതിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടുപ്പം സ്ഥാപിച്ചതിന് ശേഷം നേരിട്ട് കാണണമെന്ന് രാഹുൽ പറഞ്ഞു. തുടർന്ന് ഒരു ഹോട്ടലിൽ റൂമെടുത്തു. ആ റൂമിലേക്ക് രാഹുൽ കടന്നു ചെന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. എന്നാൽ ഗർഭിണിയായപ്പോൾ രാഹുലിന്റെ സ്വഭാവമാകെ മാറി. ഗർഭം തൻ്റേതല്ല എന്ന് പറഞ്ഞ് രാഹുൽ തന്നെ അധിക്ഷേപിച്ചു, പരിഹസിച്ചു. രാഹുൽ പാങ്കൂട്ടത്തിൽ 2 തവണ UK സന്ദർശിച്ചത് തന്റെ പണം കൊണ്ടാണ് എന്ന് യുവതി പറയുന്നു. വില കൂടിയ വസ്ത്രങ്ങളും വാച്ചും ചെരുപ്പുമൊക്കെ തന്റെ കയ്യിൽ നിന്ന് അയാൾ വാങ്ങിയെടുത്തു. മൂന്നാം പരാതി ഉയർന്നതിന് തൊട്ടുപിന്നാലെ രാഹുൽ അറസ്റ്റിലായ കാഴ്ച. ഇതിന് പിന്നാലെ ആദ്യ പരാതിക്കാരി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ഇരുട്ടിൽ ചെയ്ത പ്രവൃത്തികൾ ദൈവം കണ്ടെന്നും മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് തങ്ങളോട് ക്ഷമിക്കട്ടെ എന്നും അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചു. ആ കുറിപ്പിങ്ങനെ: പ്രിയപ്പെട്ട ദൈവമേ, എല്ലാ വേദനകളും വിധികളും വഞ്ചനകളും സഹിച്ച് മുന്നോട്ടു പോകാൻ ധൈര്യം നൽകിയതിന് നന്ദി. ഇരുട്ടിൽ അയാൾ ചെയ്ത പ്രവൃത്തി നീ കണ്ടു. ലോകത്തിനു മുന്നിൽ എത്താതിരുന്ന നിലവിളികൾ നീ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ആ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ. തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തെരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു. ആ മാലാഖ കുഞ്ഞുങ്ങൾ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. അക്രമത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ ലോകത്തിൽ നിന്നും ആ മാലാഖ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി ഇരിക്കട്ടെ. നമ്മുടെ കണ്ണുനീർ സ്വർഗത്തിലെത്തിയാൽ അവർ നിങ്ങളോട് ഇക്കാര്യം പറയട്ടെ: നിങ്ങളുടെ അമ്മ ഒരിക്കലും നിങ്ങളെ മറന്നില്ല. നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവ് പ്രധാനമാണ്. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അമ്മമാർ നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ താലോലിക്കും. കുഞ്ഞാറ്റെ, അമ്മ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെ: കുഞ്ഞാറ്റ തുമ്പിറയാൻ ആരും കണക്ക് ചോദിക്കാതെ പോവില്ല. പ്രാർത്ഥനകളുടെ ഈ ഞായറാഴ്ചയിൽ പിറക്കാതെ പോയ കുഞ്ഞുങ്ങളെ കൂടി ഓർക്കണം. ആദ്യ പരാതിക്കാരിയെ വിവാഹിത എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. രണ്ടാം പരാതിക്കാരിയെ വെൽ ട്രാപ്റ്റഡ് കെട്ടുകഥക്കാരിയാക്കി. മൂന്നാം പരാതിക്കാരിയെ ആക്ഷേപിക്കാനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടാവാം. എങ്കിലും പറയുന്നു, സത്യത്തിന് ഒരുപാട് കാലം മറഞ്ഞിരിക്കാനാവില്ല. അത് തിളക്കത്തോടെ പുറത്തേക്ക് വരും, സമയമെടുത്താണെങ്കിലും. ലക്ഷ്മി പത്മയുടെ വാക്കുകൾ നമുക്ക് ഹൃദയത്തിലെടുക്കാം. എങ്കിലും ചില സംശയങ്ങൾ മാത്രം ഇവിടെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു. വിദേശത്തുള്ള ഒരു യുവതി സമൂഹ മാധ്യമത്തിലൂടെ രാഹുൽ മാങ്കൂട്ടവുമായി പരിചയവും പ്രണയവും സ്ഥാപിക്കുന്നു. പിന്നീട് അവർ നാട്ടിലെത്തുന്നു. രാഹുലിന് വേണ്ടി ഒരു ഹോട്ടൽ മുറിയിൽ കാത്തിരിക്കുന്നു. അവിടെ വെച്ച് നടന്ന ലൈംഗിക ബന്ധത്തിലൂടെ യുവതി ഗർഭിണിയാകുന്നു. വിദേശത്തേക്ക് മടങ്ങിപ്പോയ യുവതി പിന്നീട് ഗർഭമലസുന്ന തലത്തിലെത്തി. തന്നെ വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് യുവതിയുടെ പരാതി. ഈ പരാതിയൊക്കെ നിയമപരമായി നിലനിൽക്കുമോ? അതുകൊണ്ടാണോ ഒരു ചെറുചിരിയോടെ പൂങ്കുഴലിയുടെ മുന്നിൽ നട്ടലുയർത്തി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത്? ധാർമ്മികമായി ഒരു തരത്തിലും രാഹുലിനെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നിയമപരമായി ഈ കേസ്
എത്രമാത്രം നിലനിൽക്കും എന്ന ചോദ്യം. ആ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.